أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا السماوات والأرض وما بينهما في 6 أيام وما مسنا من لغوب فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل الغروب ومن الليل فسبحه وأدبار السجود واستمع يوم ينادي المناد من مكان قريب يوم يسمعون الصيحة بالحق ذلك يوم الخروج. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. നന്മയുടെ തീരത്തേക്ക് എന്ന മഹാസംഗമത്തിൻ്റെ യോഗാധ്യക്ഷൻ ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മദനി സാഹിബ്, വേദിയിലെ മാന്യ വ്യക്തിത്വങ്ങളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, നന്മയുടെ തീരത്തേക്ക് എന്ന വിഷയം കേൾക്കാൻ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള സംഗമങ്ങളുടെ അടിസ്ഥാനപരമായ പ്രചോദനം സ്നേഹമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സ്നേഹം എന്ന് പറയുന്നത് പല രൂപത്തിലും ഇന്ന് ദുരുപയോഗം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ആത്മാർത്ഥമായ സ്നേഹത്തിന് വലിയ വിലയും മൂല്യവും കൽപ്പിക്കുന്നുണ്ട് ലോകം.
യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സ്നേഹമെന്ന് പറയുന്നത് എന്താണ്? ആ സ്നേഹം നിബന്ധനകളില്ലാത്തതാണ്. എന്താണ് നിബന്ധനകളില്ലാത്ത സ്നേഹം? നിങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള സ്നേഹം ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഇസ്ലാം വളരെ ഗൗരവമായി പറഞ്ഞിട്ടുള്ളത് നിഷ്കളങ്കമായിരിക്കണം സ്നേഹം എന്നുള്ളതാണ്. അഗാധമായ സ്നേഹമാണ് സത്യത്തിൽ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രോഗ്രാം ഫിക്സ് ചെയ്ത ദിവസം മുതൽ ഇന്ന് വരെ അഗാധമായി ഞാൻ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ചെന്നു നിൽക്കുമ്പോൾ പടച്ചതമ്പുരാനെ ഈ വിഷയം ആത്മാർത്ഥമായി അവതരിപ്പിച്ച് ജനങ്ങൾക്കത് മനസ്സിലാകണമേ എന്ന പ്രാർത്ഥനയായിരുന്നു എനിക്ക്. ഇന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, പലരോടും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. കാരണം ഇത് കളങ്കമില്ലാത്ത ഒരു കർമ്മമാണ്. ഹൃദയം തുറന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് ചെമ്പരുത്തി പൂവാണ് എന്ന് നിങ്ങൾ പറയരുത്. അതുകൊണ്ട് ഇവിടെ ഒരു സ്നേഹമുണ്ട്. എന്താണ് ആ സ്നേഹം? ഒരു വലിയ അപകടത്തിലേക്ക് മാനവകുലം യാത്ര ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ. ആ അപകടത്തിൽ തൻ്റെ സഹോദരൻ ചെന്ന് പതിക്കരുത് എന്ന ആത്മാർത്ഥത. കേരളത്തിൻ്റെ ഏറ്റവും നല്ല കവികളിൽ ഒരാളായിരുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ കുമാരനാശാൻ. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ ചില വരികളിൽ സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ, സ്നേഹിക്കെ ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. സ്നേഹത്തിൽ നിന്നാണ് ലോകം ഉദിക്കുന്നത്, സ്നേഹത്തിലൂടെയാണ് ലോകം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. സ്നേഹിക്കെ ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്നതാണ്. നിന്നെ ഉപദ്രവിക്കുന്നവരെ പോലും നീ സ്നേഹിക്കുക എന്നുള്ള വലിയൊരാശയമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളോടൊക്കെയുള്ള അടങ്ങാത്ത സ്നേഹമാണ് ഈ വിഷയം അവതരിപ്പിക്കാൻ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഘടകം. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും ഒരു തരിമ്പ് പോലും ഈ അന്തരീക്ഷത്തിൽ പാറി നടക്കുന്ന പൊടിപടലങ്ങളിലെ അതീവ സൂക്ഷ്മമായ ഒരു പൊടിപടലത്തിൻ്റെ വലുപ്പത്തിൽ പോലും സ്വാർത്ഥതയില്ലാത്ത ഒരു സമ്മേളനമാണിത്. നാളെ നിങ്ങൾ പറയരുത്, എന്തു പറയരുത്? കുവൈത്തിൽ കേരള ഇസ്ലാഹി സെന്റർ എന്ന് പറയുന്ന ഒരു സംഘമുണ്ടായിട്ട് ഏറ്റവും ഉന്നതമായ ഒരു സത്യത്തെ അവർ തിരിച്ചറിഞ്ഞിട്ട് ആ സത്യം ഞങ്ങളോടൊപ്പം ജീവിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകർ ഞങ്ങളെ അറിയിച്ചില്ല എന്ന് നിങ്ങൾ പറയരുത്. അങ്ങനെ നിങ്ങൾ പറയുന്ന ഒരു ദിവസമായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ ദിവസം അതായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ചില കാര്യങ്ങൾ വളരെ തുറന്ന് സംസാരിക്കുകയാണ്. കലവറയില്ലാത്ത ഹൃദയവുമായി നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വിഷയം നന്മയുടെ തീരത്തേക്ക് എന്നാണ്. എന്താണ് നന്മ? എന്താണ് തിന്മ? എന്താണ് നന്മ? എന്താണ് തിന്മ? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ദൈവം എന്ത് നന്മ എന്ന് പറഞ്ഞുവോ അതാണ് നന്മ, ദൈവം എന്ത് തിന്മ എന്ന് പറഞ്ഞുവോ അതാണ് തിന്മ. എനിക്കോ നിങ്ങൾക്കോ ഇന്ന് നല്ലത് എന്ന് തോന്നുന്ന ഒരു കാര്യം തിരുത്തപ്പെട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ കഴിഞ്ഞ 29-30 മോസ്കോയിൽ ഒരു ഉച്ചകോടി നടന്നു. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു ഉച്ചകോടി ഉണ്ടായിട്ടേയില്ല. എന്താണ് ആ ഉച്ചകോടിയുടെ പർപ്പസ്? കുട്ടികൾ ധാരാളം പ്രസവിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒരു സ്ത്രീ ധാരാളം കുട്ടികളെ ഉൽപ്പാദിപ്പിക്കണമെന്നാണ് മോസ്കോയിലെ ഉച്ചകോടി ആവശ്യപ്പെടുന്നത്. ദൈവം പറഞ്ഞിടത്തേക്ക് മനുഷ്യൻ തിരിച്ചു പോവുകയാണ്. ഇസ്ലാമിനെതിരെ ലോകം, ദൈവമതത്തിനെതിരെ ലോകം ശബ്ദിച്ചൊരു കാര്യമായിരുന്നു മാൾത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ. മനുഷ്യൻ ക്രമാതീതമായി വർദ്ധിക്കുന്നതിനെ ലോകത്തിന്റെ നിലനിൽപ്പിന്റെ ഭീഷണിയായി കണ്ട ഒരു വലിയ വിഭാഗമുണ്ടായിരുന്നു ലോകത്ത്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് റഷ്യയെ പോലെയുള്ള രാജ്യങ്ങൾ. മോസ്കോയിൽ ഈ ഉച്ചകോടി നടക്കുന്നത്
കൂടുതൽ പ്രസവിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടിയാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുമ്പോൾ മനുഷ്യന് തോന്നിയതാണ്, ആണായാലും പെണ്ണായാലും കുട്ടി രണ്ട് മതി, അതാണ് നന്മ എന്ന് മനുഷ്യന് തോന്നിയതാണ്. അത് നന്മയല്ലെന്നും അത് തിന്മയാണെന്നും അത് മാനവ പുരോഗതിക്ക് തടസ്സമാണെന്നും ഇന്ന് ലോകം തിരിച്ചറിയുന്നു. എന്ത് മനസ്സിലായി? മനുഷ്യന്റെ കണ്ടെത്തലുകളും മനുഷ്യന്റെ ചിന്തകളും അപകടകരമാണ് എന്നവന് മനസ്സിലാകുകയാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ച് മനുഷ്യർ മുന്നോട്ട് പോകുമ്പോൾ അപകടകരമായ അവസ്ഥാവിശേഷങ്ങളിലേക്ക് മനുഷ്യൻ എത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, അമേരിക്കയിൽ ഒരു കാര്യം നന്മയായി തോന്നുന്നു, അതേ കാര്യം ഇന്ത്യയിൽ തിന്മയായി അനുഭവപ്പെടുകയാണ്. ഇന്ത്യയിൽ തിന്മയായത് അമേരിക്കയിൽ നന്മയുമായി തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളിൽ പലർക്കും നന്മയായി തോന്നുന്ന പല കാര്യങ്ങളും എനിക്ക് തിന്മയാകാം. അവിടെയാണ് ഏത് നന്മ ഏത് തിന്മ എന്നതിൽ ദൈവം നന്മയായി കൽപ്പിച്ചതെന്തും നന്മയാണ്, ദൈവം തിന്മയായി കൽപ്പിച്ചതെന്തും തിന്മയാണ്. കാരണം ദൈവം പഠിപ്പിച്ചു എന്നുറപ്പുള്ള മതത്തിൽ ഇന്നത് നന്മയാണ് എന്ന് പറഞ്ഞിട്ട് അത് മാനവ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നു, വിഘാതം സൃഷ്ടിക്കുന്നു എന്ന് ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഈ സംസാരിക്കുന്ന ഈ സെക്കൻഡിൽ പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാം പല മാംസങ്ങളെ പറ്റിയും സംസാരിച്ചു. ആ കൂട്ടത്തിൽ പന്നി മാംസം കഴിക്കരുത് എന്ന് ഇസ്ലാം മാനവതയോട് സംസാരിച്ചു. ഇന്ന് വരെ പന്നി മാംസം മാനവ സമൂഹത്തിന്റെ ആരോഗ്യത്തിന് ഉപകാരപ്രദമാകുന്നു എന്ന് സയന്റിഫിക്കായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടേ ഇല്ല എന്ന വസ്തുത നാം ഗൗരവമായി ഓർക്കണം. മദ്യത്തിന്റെ ഏതൊരു ചെറിയ അംശവും മാനവ സമൂഹത്തിന്റെ തിന്മയുടെ കാരണമാകുമെന്നും മദ്യം തിന്മയുടെ മാതാവാകുന്നു എന്ന പ്രവാചകന്റെ പരാമർശം നിത്യപ്രസക്തമായി നിൽക്കുകയാണ് കേരളക്കരയിൽ ഇപ്പോൾ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറയുന്നത് അവിടെ മനുഷ്യനല്ല ഇടപെടുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ ഏതൊരു സൃഷ്ടാവാണോ മനുഷ്യനെ സംവിധാനിച്ചത് അവനറിയാം മനുഷ്യൻ ഏതുപകാരം മനുഷ്യൻ ഏതുപദ്രവം എന്ന്. നേരെ മറിച്ച് മനുഷ്യനെ കുറിച്ച് പഠിക്കുന്നിടത്ത് അപൂർണതയുണ്ടാവും. അവനെക്കുറിച്ച് തന്നെ സമ്പൂർണമായി പഠിക്കാനൊന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മനുഷ്യനെ കുറിച്ച് നടത്തുന്ന അഭിപ്രായങ്ങൾ കാലഘട്ടം മുന്നോട്ട് തിരിയുമ്പോൾ, കാലചക്രം തിരിയുമ്പോൾ അബദ്ധമായിരുന്നു എന്ന് ലോകം കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. വിശ്വപ്രസിദ്ധനായ ശാസ്ത്രകാരൻ ആൽബർട്ട് ഐൻസ്റ്റീൻ, ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രകാരൻ, ഇന്നും ശാസ്ത്ര പട്ടികയിൽ 1-ാം സ്ഥാനം നിൽക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ഏറ്റവും കൂടുതൽ കരഞ്ഞതും ദുഃഖിച്ചതും ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ട്രൂമാന്റെ നേതൃത്വത്തിൽ 1945 ഓഗസ്റ്റ് 6-9 തീയതികളിൽ ട്രൂമാൻ, അതും ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ജൂതന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ ബോംബിങ്ങിനെ കുറിച്ചാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത്. ഈ സമം MC² എന്ന സൂത്രവാക്യം ലോകത്തിന് നൽകിയിട്ട് അതുണ്ടാക്കിയ ദുരന്തം പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. പിന്നീട് മനസ്സിലാകുമ്പോഴേക്ക് ലോകത്തൊരുപാട് ആളുകൾ അതുവഴി നശിച്ചുപോയിരുന്നു. അത് വേദനിച്ചിട്ട് ഇന്റർനാഷണൽ പീസിനെ കുറിച്ച് പിന്നീട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും പ്രബന്ധങ്ങളും നിങ്ങൾ ആലോചിക്കണം. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഇരട്ട പൗരത്വമുണ്ടായിരുന്ന ഉന്നതനായ ഒരു ശാസ്ത്രകാരൻ 54-ാമത്തെ വയസ്സിൽ മരണക്കിടക്കയിൽ ബെഡിൽ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് പറഞ്ഞ വാക്കുകൾ, എൻ്റെ യൗവനം എനിക്കൊരു പാഴ്വേലയായിരുന്നു, എൻ്റെ യൗവനം എനിക്കൊരു നഷ്ടക്കച്ചവടമായിരുന്നു, എൻ്റെ യൗവനമെങ്ങാനും എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ ഞാനൊരു ഫുട്പാത്ത് കച്ചവടക്കാരനായോ ഒരു പ്ലംബറായോ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. യൂണിവേഴ്സിറ്റിയിലെ ഒരു ലെക്ചറായി ജീവിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുക. കാരണം എൻ്റെ ജീവിതം ഒരു നഷ്ടക്കച്ചവടമായിരുന്നു. ലോകം കണ്ട 2 വിവാഹം കഴിച്ചിരുന്നു, പരാജയമായിരുന്നു, ദാമ്പത്യം പരാജയമായിരുന്നു. ശാസ്ത്രജീവിതം ലോകം അംഗീകരിച്ചെങ്കിലും അദ്ദേഹം അനുഭവിച്ച നീറലുകൾ, വേദനകൾ, എന്നിട്ട് അദ്ദേഹത്തെ പറ്റി പഠിച്ച ചരിത്രകാരന്മാർ പറയുന്നത് പിന്നെയും എന്തൊക്കെയോ ആൽബർട്ട് ഐൻസ്റ്റീൻ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഭാഷ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോവുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം വായിക്കുന്ന നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന മലയാളി സമൂഹത്തോട് സൂചിപ്പിക്കുന്നത്, പ്രഗത്ഭനായ ഒരു ശാസ്ത്രകാരന്റെ ജീവിതം പോലും തൃപ്തികരമായിരുന്നില്ല. അദ്ദേഹത്തിന് നന്മയെന്ന് തോന്നിയത് പിന്നീട് വളരെ വലിയ തെറ്റായി, ഗുരുതരമായ അപകടമായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്.
ഇന്ന് ലോകത്ത് ഏതൊരു കാര്യത്തിലും നമുക്ക് നല്ലത് എന്ന് തോന്നിയത് എല്ലാ കാലഘട്ടത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. നാം ഏറ്റവും നല്ലവർ എന്ന് വിചാരിച്ചവരുടെ മുഖം മൂടി പിച്ചി ചീന്തപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മനുഷ്യ ദൈവങ്ങൾ എന്ന് പറയുന്നവരെ കുറിച്ച് ബഹുമാന പുരസ്സരം ഓർത്ത നാം ഇന്ന് അവരെ കുറിച്ചോർത്ത് ലജ്ജിക്കുന്ന അവസ്ഥാവിശേഷമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതം ഒരു വീണ്ടും വിചാരത്തിന് ഉപകരിക്കണം ഈ ഹാളിലെ നമ്മുടെ ഈ പ്രഭാഷണം. അതിനെ നമ്മൾ ചില കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്താണ് മതം? ഞാൻ പറഞ്ഞു, നന്മയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ആ ഭാഗം കാരണം സൂചന കൊണ്ട് ഉൾക്കൊള്ളാൻ മാത്രം ഉയർന്നു ചിന്തിക്കുന്ന ഒരു സൊസൈറ്റിയുടെ മുമ്പിലാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് തലനാരയെ കീറിമുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരേണ്ടതില്ല, സൂചന കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അവിടെയാണ് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? മനുഷ്യ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? നിങ്ങൾ നോക്കൂ, ലോകത്ത് ഒരുപാട് കോടാനുകോടി ജീവജാലങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ജീവവർഗം യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു ജന്തു ജീവിക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടോ? എഞ്ചിനീയർ ആയിട്ടുണ്ടോ? ഡോക്ടർ ആയിട്ടുണ്ടോ? ഉണ്ടോ? പ്രൊഫസർ ആയിട്ടുണ്ടോ? ശാസ്ത്രകാരനായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ജന്തു കുവൈറ്റിലേക്ക് എയർപോർട്ടിൽ നിന്ന്, കരിപ്പൂരിൽ നിന്ന്, എറണാകുളത്തുനിന്നോ തിരുവനന്തപുരത്തുനിന്നോ മംഗലാപുരത്തുനിന്നോ ഫ്ലൈറ്റ് കയറുന്ന നാം ഏതെങ്കിലും ഒരു ജന്തു പാസ്പോർട്ട് എടുത്ത് എനിക്ക് 5 മക്കളുണ്ട്, അവരെ പോറ്റാൻ എനിക്ക് കുവൈറ്റിലെ ഒരു വളരെ നിലവാരമുള്ള കമ്പനിയിൽ ജോലി കിട്ടി എന്നൊരു മൃഗം ഇന്ന് വരെ നമ്മളോട് സംസാരിച്ചിട്ടില്ല. അതിന് ജീവിക്കാൻ വിജ്ഞാനത്തിന്റെ ആവശ്യമില്ല. അതിന്റെ ജനിതക കോഡുകളിൽ സൃഷ്ടിച്ച സൃഷ്ടാവ് സന്നിവേശിപ്പിച്ച നോളജിൽ നിന്ന് ഒരിഞ്ച് മുന്നോട്ടോ ഒരിഞ്ച് പിറകോട്ടോ വരാതെ അതെന്നും ഒരേപോലെ നിലനിൽക്കുന്നു എന്ന വസ്തുത നാം അറിയണം. ബീവർ എന്ന് പറയുന്ന ജന്തുലോകത്തെ ഏറ്റവും വിദഗ്ധനായ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ടില്ലാത്ത എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തോടുകൂടി കൂട് നിർമ്മിക്കുന്ന ബീവർ എന്ന് പറയുന്ന ജീവി, ആർട്ടിക് ടേൺ എന്ന് പറയുന്ന പക്ഷി, അല്ലെ നിങ്ങൾക്കറിയാം, 7000-ഉം 14,000-ഉം ഒക്കെ കിലോമീറ്റർ പറന്ന് അത് എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടേക്ക് അതിന്റെ കുഞ്ഞുങ്ങൾ അതിനെ ആനയിക്കുന്ന ലോകത്തിലെ അത്ഭുതകരമായ പ്രതിഭാസം. ഏതൊരു മാതാവ് എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടേക്ക് തിരിച്ച് അതിന്റെ കുഞ്ഞുങ്ങളാണ് മുന്നിൽ പറക്കുന്നത്. നിങ്ങൾക്കറിയാം, ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് അവ യാത്ര തിരിക്കുന്നതും അവ വഴി തിരിച്ചറിയുന്നതും അത്ഭുതകരമായ പ്രതിഭാസമാണ്. തേനീച്ച 400 ദശലക്ഷം പുഷ്പങ്ങളിൽ നിന്ന് 1/2 ലിറ്റർ തേന് നിർമ്മിക്കുന്നത് ലോകത്തിലെ അത്ഭുതമാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം, തേനീച്ചയെ കുറിച്ചൊരധ്യായം, വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ ഒരു അധ്യായം 16-ാം അധ്യായം തേനീച്ച എന്ന് പറയുന്ന ഒരു കൊച്ചു ജീവിയെ കുറിച്ചാണ്. ആ അധ്യായത്തിൽ 14 നൂറ്റാണ്ട് മുമ്പ് പറയുന്നു, പെൺതേനീച്ചയാകുന്നു തേന് നിർമ്മിക്കുന്നതും കൂട് നിർമ്മിക്കുന്നതും ഈ കർമ്മങ്ങൾ ചെയ്യുന്നുമെന്ന്. നിങ്ങൾക്കറിയാം, സോമർഡാം എന്ന് പറയുന്ന ശാസ്ത്രകാരനാണ് ഈ അടുത്ത കാലത്ത് പെൺതേനീച്ചയാകുന്നു ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നത്. സയൻസ് കോളേജിൽ പഠിച്ചിട്ടില്ലാത്ത, അതുപോലെ തന്നെ ഗവേഷണ വൈദഗ്ധ്യം നേടിയിട്ടില്ലാത്ത, ഊഷരഭൂമിയിൽ ജീവിച്ച, ഊഷരഹൃദയം പേറിയ ഒരു ജനസമൂഹത്തിന്റെ മുമ്പിൽ അക്ഷരജ്ഞാനമില്ലാത്ത ഒരു പ്രവാചകൻ മാനവരാശിക്ക് ഓതിക്കൊടുത്ത ഖുർആനിലെ ഒരു ചാപ്റ്ററിൽ തേനീച്ച എന്ന അത്ഭുത ജീവിയെക്കുറിച്ച് വളരെ ഗൗരവമായി സംസാരിക്കുന്നു. ഗവേഷണം നടത്തി കോടിക്കണക്കിന് ഡോളറുകൾ മുടക്കി ആധുനിക സയൻസ് പഠിച്ച് അത് നമുക്ക് തരുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കുന്നു. അതിന്റെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം തമ്പുരാൻ തേനീച്ചയെ കുറിച്ച് കൃത്യമായി വിവരം നൽകി. അതിൽ നിന്നൊരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അവിടെ വേദഗ്രന്ഥം മനുഷ്യന്റെ മുമ്പിൽ സംസാരിക്കുന്നു. എട്ടുകാലിയെ കുറിച്ച് സംസാരിക്കുന്നു, ജീവജാലങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നോക്കാൻ മരുഭൂവാസികളോട് പറയും. എന്നിട്ട് സൃഷ്ടാവിനെ കണ്ടെത്താനും ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിയാനും മനുഷ്യരോട് വിശുദ്ധ ഖുർആൻ സംസാരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ളത്, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവാര് എന്നത് ഇക്കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി അന്വേഷിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. കാരണം ദൈവങ്ങളെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ വമ്പിച്ച അപാകത സംഭവിച്ചവരാണ് മനുഷ്യ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം. 120 കോടി ജനങ്ങൾ ജീവിക്കുന്ന പ്രവിശാലമായ ഒരു രാജ്യമാണ് ഇന്ത്യ. വ്യത്യസ്ത ദർശനങ്ങളുടെയും ചിന്തകളുടെയും സംഗമഭൂമിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. ആ രാജ്യത്ത് ഹിന്ദു ദർശനവും ക്രൈസ്തവതയും ഇസ്ലാമും വ്യത്യസ്ത ദർശനങ്ങൾ, ജൂത ജൈന എന്തെല്ലാം ആശയങ്ങളുണ്ടോ അതെല്ലാം ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയും ഇന്ത്യയിൽ നിലകൊള്ളുകയും തകരുകയും
നശിച്ചു പോവുകയും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, തളിർക്കുകയും പൂക്കുകയും പിന്നീട് ഉണങ്ങിപ്പോവുകയും ഒക്കെ ചെയ്ത ദർശനങ്ങൾ ഇന്ത്യയുടെ പ്രത്യേകതയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, ഒരുപാട് സൗഹൃദങ്ങളുടെ സംഗമഭൂമിയായ നമ്മുടെ രാജ്യം, നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ അഭിമാന പുരസ്സരം പറയുന്ന ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയ തീർന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സെക്കുലറായ അതിന്റെ സമീപനം, കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെയും കൾച്ചറൽ ടോളറൻസിന്റെയും നാടായ ഇന്ത്യ എന്ന് പറയുന്ന ആ മഹാരാജ്യം, ആ മഹാരാജ്യത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു സ്റ്റേറ്റ് എന്ന് മുമ്പ് നമ്മൾ പറയുകയും ഇപ്പോൾ നമ്മളത് അവകാശപ്പെടാതെ പോവുകയും ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റുകളെ അപേക്ഷിച്ചും ഏറ്റവും നശിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ വേഗതയിൽ, മൈക്രോ സെക്കൻഡ് വേഗതയിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. മൂല്യങ്ങൾ നശിച്ചു പോവുകയാണ്, ധർമ്മങ്ങൾ നശിച്ചു പോവുകയാണ്, ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ദൈവവിശ്വാസത്തിന്റെ പേരിലാണ് ലോകത്തെ ഏറ്റവും വലിയ ചൂഷണങ്ങൾ നടക്കുന്നത് എന്ന് നമ്മളിന്ന് തിരിച്ചറിയുകയാണ്. പല ആളുകൾക്കും മതത്തെപ്പറ്റി പറയാൻ വോയിസ് ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാഷായ വസ്ത്രം ധരിച്ച സ്വാമിജിയെയും തലപ്പാവും ചുബക്കുപ്പായമിട്ട മൗലവിയെയും മുല്ലയെയും മുസ്ലിയാരെയും ഒക്കെ കാണുമ്പോൾ പുച്ഛത്തോടുകൂടി കാണുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോവുകയാണ്. അവിടെയാണ് നമുക്ക് ഗൗരവമായി മതത്തെ സമീപിക്കാനുള്ളത്. ഒരിക്കലും നമ്മൾ വേദനിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകരുത്, കൈകടിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകരുത്. ഇതെല്ലാം നിഷേധിച്ച് തള്ളി മരണത്തെ മുഖാമുഖം കാണുകയും ദൈവസന്നിധിയിലേക്കുള്ള യാത്രക്കിടയിൽ വേദനിച്ചു വിലപിക്കേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷത്തെ ഏറ്റവും ഗൗരവമായി ഉൾക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വിഷയാവതരണം ഇവിടെ നടക്കുന്നത്. അതിലൊന്നാമതായി നമുക്ക് പ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ച് ആലോചിക്കാം. ഇസ്ലാം എന്ത് പറയുന്നു, വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു. അവിടെയാണ് നമുക്കറിയാം നമ്മൾ ഒരുപാട് വിജ്ഞാനങ്ങൾ നേടുന്നവരാണ്. അത്ഭുതത്തോടുകൂടി എനിക്ക് കാണാൻ കഴിയും. കുവൈറ്റിലെ നിങ്ങൾക്കൊക്കെ അറിയാം, ഏറ്റവും കൂടുതൽ ദീനാറ് കിട്ടുന്ന ജോലി അന്വേഷിക്കുന്നവരാണ് നമ്മൾ. ഏറ്റവും മെച്ചപ്പെട്ട ഒരു ജീവിതം, ഏറ്റവും നല്ല ഫ്ലാറ്റ്, ഏറ്റവും നല്ല ജീവിത സൗകര്യങ്ങൾ, ഏറ്റവും കൂടുതൽ ദീനാറ് കിട്ടുന്ന ഒരു ജോലി, സ്റ്റാൻഡേർഡുള്ള ഒരു ജോലി, ഇതെല്ലാം നമ്മൾ അന്വേഷിക്കാറുണ്ട്. നല്ല വീട്, നല്ല ഡ്രസ്സ്, അല്ലെ, നല്ല ജോലി, ഇങ്ങനെ പലതും, നല്ല കാറ്, ഇങ്ങനെ പലതും, അതുപോലെ നല്ല സ്ഥലം, ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിലെല്ലാം നല്ലത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, നല്ല മതം എന്നൊരു കൺസെപ്റ്റ് എപ്പോഴെങ്കിലും നമ്മൾ വെച്ച് പുലർത്തിയിട്ടുണ്ടോ? ജനിച്ച മതത്തിൽ ജീവിക്കുകയും ജനിച്ച ആദർശത്തിന്റെ പോരായ്മ വിലയിരുത്താതെ പോവുകയും താൻ ഇന്ന് അച്ഛന്റെയും അമ്മയുടെയും ഇന്ന് വാപ്പയുടെയും ഉമ്മയുടെയും മകനായി ജനിച്ചു, അതുകൊണ്ട് ആ മതത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സ്വീകരിച്ചു. നമ്മളൊരു കമ്പോളത്തിൽ ചെല്ലും, ഒരു പച്ചക്കറി മാർക്കറ്റിൽ ചെല്ലുന്നു, ഏറ്റവും നല്ല വെജിറ്റബിൾ സെലക്ട് ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മളൊരു ഫ്രൂട്ട് കടയിൽ ചെല്ലുന്നു, ഏറ്റവും നല്ല ഫ്രൂട്ട് സെലക്ട് ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മളൊരു ടെക്സ്റ്റൈൽസിൽ പ്രവേശിക്കുന്നു, നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നവരാണ് നമ്മൾ. മതകമ്പോളം എന്ന് പറയുന്ന ഒരു കമ്പോളമുണ്ട് ലോകത്ത്. മതകമ്പോളം, മതത്തിന്റെ ഒരു കമ്പോളം, ഒരുപാട് മതദർശനങ്ങളുള്ള ഒരു വലിയ കമ്പോളം. ആ കമ്പോളത്തിൽ നിങ്ങൾ പ്രവേശിച്ചിട്ട് ഏത് മതമാണ്, ഏത് ദർശനമാണ് സമ്പൂർണമായി ദൈവികം, മനുഷ്യനിർമ്മിതമല്ലാത്ത ദൈവീകമായ ഒരു മതം അതിവിടെ ഉണ്ടോ? വേദഗ്രന്ഥങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു, അല്ലെ? ആ മതകമ്പോളത്തിൽ ഋഗ്വേദമുണ്ട്, സാമവേദമുണ്ട്, അഥർവവേദമുണ്ട്, യജുർവേദമുണ്ട്, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കളുണ്ട്. അതിലേറെ ശ്രദ്ധേയമായ ദേശോപനിഷത്തുണ്ട്. ഈശാവാശോപനിഷത്തും ബൃഹദാരണ്യോപനിഷത്തും മുണ്ടകോപനിഷത്തും കഠോപനിഷത്തും ശ്വേതരോപനിഷത്തും ഒക്കെയുണ്ട്. അങ്ങനെ ആരണ്യകങ്ങളും ശ്രുതികളും സ്മൃതികളും എല്ലാം ഉൾക്കൊള്ളുന്ന മഹാഭാരതവും രാമായണവും അങ്ങനെ തുടങ്ങിയ ഒരു വലിയ ഗ്രന്ഥശേഖരം ഈ കമ്പോളത്തിലുണ്ട്. നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറുണ്ടോ? മനുസ്മൃതിയുണ്ട്, എല്ലാമുണ്ട്. അതുപോലെ തന്നെ സെന്നവസ്തും തെൽമൂദും എല്ലാം അവിടെയുണ്ട്. ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും ഉണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളെയും പ്രൊട്ടക്ട് ചെയ്ത, എന്റെ വാചകങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ വേദങ്ങളെയും പ്രൊട്ടക്ട് ചെയ്ത, എല്ലാ വേദങ്ങളിലും മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായി എന്ന് പറയുന്ന, എന്നിട്ടതിനെ തിരുത്തി പൂർവ്വവേദങ്ങളിലെ യഥാർത്ഥ ശരിയെ ഖുറാനിലൂടെ സംരക്ഷിച്ച ഒടുവിലത്തെ ഒരു ഗ്രന്ഥമുണ്ട്. ഒടുവിലത്തെ ഗ്രന്ഥം, പഴയ നിയമം, പുതിയ നിയമം, ഒടുവിലത്തെ ഗ്രന്ഥം. അതേതാണ് ഒടുവിലത്തെ നിയമം? ആ നിയമം പൂർവ്വവേദങ്ങളെ നിരാകരിച്ചിട്ടില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ആ വേദം പൂർവ്വവേദങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. മറിച്ച് ആ വേദം മനുഷ്യരോട് പറയുന്നത് മുഹമ്മദ് എന്ന പ്രവാചകനിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടതിലും അദ്ദേഹത്തിന് മുമ്പ് യേശുക്രിസ്തുവിന്, ഈസാ നബി അലൈഹി സ്വലാമിന്, മോസസ് പ്രവാചകന്, അബ്രഹാം പ്രവാചകന്,
അല്ലേ? വിശുദ്ധ ഖുർആൻ ആ കാര്യം മനുഷ്യരെ പഠിപ്പിച്ചു. ദാവൂദ് അലൈഹിസ്സലാമിന് എല്ലാം വേദം നൽകി. ആ വേദഗ്രന്ഥങ്ങളിലും നിങ്ങൾ വിശ്വസിക്കണം, അപ്പോഴേ നിങ്ങൾ മുസ്ലിം ആവും. എങ്ങനെ? പൂർവ പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദം, അതിൽ വിശ്വസിക്കാത്ത നിങ്ങൾ മുസ്ലിം ആവുകയില്ല. ആലോചിക്കണം, വളരെ ഗൗരവമായി ആലോചിക്കണം. പൂർവ്വവേദങ്ങളെ തള്ളിക്കളയാനല്ല, പൂർവ്വവേദങ്ങളിൽ വിശ്വസിക്കണം. അല്ലേ? ആ വേദം ദൈവം അവതരിപ്പിച്ചതാണെന്നും അതിന്റെ ഒറിജിനൽ അവസ്ഥയിൽ ഒരു സ്ഖലിത ബിന്ദുക്കളും അതിൽ കടന്നു വന്നിട്ടില്ലെന്നും അതിൽ പറഞ്ഞതെന്തോ അത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നും പറയേണ്ട ബാധ്യത മുസ്ലിങ്ങൾക്കുണ്ട്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 285-ാമത്തെ വചനം, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലും ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലി ലാ നുഫർരിഖ് ബൈന അഹദിൻ മിർ റുസുൽ. ഒരു പ്രവാചകന്മാർക്കിടയിലും, മോസസ് പ്രവാചകൻ, അതുപോലെ ദാവൂദ് അലൈഹിസ്സലാം, അബ്രഹാം പ്രവാചകൻ, അങ്ങനെ തുടങ്ങി ഈസാ അലൈഹിസ്സലാം, മുഹമ്മദ് നബി, എല്ലാ പ്രവാചകന്മാർക്കിടയിലും യാതൊരു ഭിന്നതയും നിങ്ങൾ കൽപ്പിക്കരുത്. ഒരു പ്രവാചകനോടും നിങ്ങൾ വെറുപ്പ് വെക്കരുത്. നിങ്ങൾ നോക്കണം, ഇപ്പൊ നിങ്ങൾക്കറിയാം മുഹമ്മദ് എന്ന പേര് ഒരു പ്രവാചകന്റെ പേരാണ്. മാനവചരിത്രത്തിൽ ആദ്യം ആ പ്രവാചകനാണ് മുഹമ്മദ് എന്ന് വിളിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ഞങ്ങൾ പറയണം. അഥവാ ദൈവത്തിന്റെ രക്ഷയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. ഇതേ മുസ്ലിങ്ങൾ ഈസാ നബിയുടെ പേര് കേൾക്കുന്നു, ജീസസ് ക്രൈസ്റ്റിന്റെ പേര് കേൾക്കുന്നു ക്രൈസ്തവരുടെ വാദപ്രകാരം. ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ അവരുടനെ പ്രാർത്ഥിക്കണം ദൈവത്തോട്, അലൈഹിസ്സലാത്തു വസ്സലാം, ദൈവത്തിന്റെ രക്ഷയും സമാധാനവും യേശുക്രിസ്തുവിൽ ഉണ്ടാകട്ടെ. മോസസ് പ്രവാചകൻ, ജൂതന്മാർ ഏറ്റവും പൊക്കി പറയുന്ന മോസസ് പ്രവാചകൻ, ആ മോസസ് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയാത്തവൻ മുസ്ലിം ആവുകയില്ല. ഇതാണ് ഇസ്ലാമിന്റെ. മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ക്രൈസ്തവർക്ക് സാധിക്കുന്നുണ്ടോ? ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. ജൂതന്മാർക്ക് സാധിക്കുന്നുണ്ടോ? ചിന്തിക്കണം. നിങ്ങൾ നോക്കൂ, വിശുദ്ധ പ്രവാചകനെ കുറിച്ച് വളരെ മോശമായി ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ മനുഷ്യർക്കിടയിലുണ്ട്. അവിടെയാണ് എന്താണ് മതമെന്നും എന്താണ് പ്രവാചകന്മാർ വരവിന്റെ ഉദ്ദേശമെന്നും പ്രവാചകന്മാർ ലോകത്ത് പഠിപ്പിച്ച യഥാർത്ഥ ദൈവവിശ്വാസം എന്താണെന്നും നാം പഠിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമാണ് പ്രപഞ്ചനാഥനെ കുറിച്ചുള്ള മതങ്ങളുടെ കൺസെപ്റ്റ്. എന്താണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിനെ സംവിധാനിച്ച ഒരു സംവിധായകനെ കുറിച്ച് മതങ്ങൾ എന്തു പറയുന്നു? ഇന്ന് മനുഷ്യ സമൂഹം പഠിക്കാതെ പോയ കാര്യങ്ങളിൽ ഒന്നതാണ്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. ലോകത്ത് ഇന്റർനെറ്റിലൂടെ, കമ്പ്യൂട്ടറിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പഠന മനന ഗവേഷണങ്ങളിലൂടെ ലോകത്ത് അഭൂതപൂർവമായ വളർച്ച ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് പ്രിയങ്കരരെ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ആലോചിക്കാൻ, ഈ പ്രപഞ്ചത്തെ കൃത്യമായി നിയന്ത്രിക്കുന്ന ഒരു ശക്തി എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്, ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ പറയുന്ന ഒന്ന്, ഉദാഹരണ സഹിതം ഞാൻ നിങ്ങളോട് പറയാം. സായിബാബയെ കുറിച്ച് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയുകയല്ല ഞാൻ. സായിബാബ മരിച്ചു. അദ്ദേഹം മരിക്കും എന്ന് പ്രവചിച്ച വർഷം 10 കൊല്ലത്തിന് മുമ്പ് അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹം പ്രവചിച്ചതിന്റെ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിക്കുകയാണ്. കാരണം അവനവന്റെ ജീവിതം. വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, സൂറത്ത് ഹജ്ജിലാണ് ആ വചനം, ഖുർആനിലെ 22-ാം അധ്യായം. ആ വചനം ഇതാണ്: അവരുടെ മരണമാവട്ടെ, അവരുടെ ജീവിതമാവട്ടെ അവരുടെ അധീനത്തിലല്ല, അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇത് ദൈവം തമ്പുരാൻ പറയുന്ന ഒരു വാക്കാണ്. പ്രപഞ്ചത്തിന്റെ നാഥൻ ഈ സൃഷ്ടികളെ കുറിച്ച് പറയുന്ന കാര്യത്തിൽ അവരുടെ മരണത്തെ അധീനപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല, അവരുടെ ജീവിതത്തെയും അധീനപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല. ഞാൻ ഇവിടെ കൂടി എന്റെ പ്രിയങ്കരരായ അമുസ്ലിം സഹോദരങ്ങളോട് ചോദിക്കാൻ, ഈ വാക്യം ദൈവികമല്ല എന്ന് പറയാൻ നമുക്ക് എങ്ങനെ സാധിക്കും? എന്റെ മരണം 10 കൊല്ലം കഴിഞ്ഞിട്ടേ ഉണ്ടാകൂ എന്ന് പ്രവചിച്ച വ്യക്തി 10 കൊല്ലം മുമ്പ് മരിച്ചു പോവുകയാണ്. ഇവിടെ ഏറ്റവും നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് 130 ഗ്രാം ഭാരമാണ് നമ്മുടെ കിഡ്നിക്ക്. 130 ഗ്രാം ഭാരമാണ് നമ്മുടെ കിഡ്നിക്ക്. ഈ 130 ഗ്രാം ഭാരമുള്ള നമ്മുടെ കിഡ്നി പോലും നമ്മുടെ കൺട്രോളിലല്ല. ആണോ? നമ്മുടെ കൺട്രോളിലല്ല. സായിബാബയുടെ കിഡ്നി വളരെ നേരത്തെ കേടുവന്നു പോയിരുന്നു. അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞില്ല. സ്വന്തം ശരീരത്തിൽ കിഡ്നി കേടുവന്നു, രണ്ടും പൂർണ്ണമായി നശിച്ചു എന്ന വിവരം സായിബാബക്ക് അറിയാൻ സാധിച്ചില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ദൈവത്തെ തെരഞ്ഞെടുക്കുന്നിടത്ത് മനുഷ്യ സമൂഹത്തിന് സംഭവിച്ച അപാകതകൾ നമ്മൾ തിരിച്ചറിയണം. ശരീരത്തിലെ പലതും, അദ്ദേഹത്തിന്റെ ശ്വാസകോശം പൂർണ്ണമായി നശിച്ചു പോയിരുന്നു.
നശിച്ചു പോയിരുന്നു. അദ്ദേഹത്തിന്റെ മരണം പ്രഖ്യാപിച്ചല്ലോ നമ്മുടെ മീഡിയകൾ. അതിന്റെ 10 ദിവസം മുമ്പ് തന്നെ അദ്ദേഹം ഏറെക്കുറെ മരിച്ചു പോയിരുന്നു എന്നതാണ് കൃത്യമായ ന്യൂസ്. നിങ്ങളത് മനസ്സിലാക്കണം. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ, സ്വന്തം മരണത്തെ നിയന്ത്രിക്കാൻ, സ്വന്തം കിഡ്നിയെ നിയന്ത്രിക്കാൻ, ആന്തരിക അവയവങ്ങളെക്കുറിച്ചുള്ള പഠനം നിങ്ങൾക്കറിയാം. അനാട്ടമി എന്ന സ്വതന്ത്രമായ ശാസ്ത്രശാഖയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾക്ക് പോലും കേടുവരുന്നത് നിയന്ത്രിക്കാനാവാത്തൊരു മനുഷ്യന് ലോകത്ത് മറ്റുള്ളവരെ ഹാർട്ടിന് വേദന വരുമ്പോൾ, അതല്ലെങ്കിൽ കിഡ്നി വീക്കാവുമ്പോൾ ഞങ്ങൾ കിഡ്നി വീക്ക് ഈ പ്രശ്നം പരിഹരിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ നാം തിരഞ്ഞെടുത്ത ആ മഹൽ വ്യക്തിക്ക്, നമ്മുടെ അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്ന ആളുകളുടെ ഭാഷ, ആ മഹൽ വ്യക്തിക്ക് അദ്ദേഹത്തെ പോലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ ദൈവസങ്കല്പത്തിന് എവിടെയാണ് നമുക്ക് അപാകത സംഭവിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കണം. എവിടെയാണ് നമുക്ക് അപാകത സംഭവിച്ചത്? പിന്നെ നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വണ്ടി ഓടിക്കുന്നു, നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ ഡ്രൈവിങ്ങിനിടയിൽ നമ്മൾ സൈലന്റ് അറ്റാക്കായി നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കുക. തീർച്ചയായും ആ വണ്ടി എവിടെങ്കിലും ചെന്നിടിക്കും, ഉറപ്പാണ്. നമ്മുടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന ആ വണ്ടി, അതിൽ പെട്രോൾ ഉണ്ടാകാം, എഞ്ചിൻ ക്ലിയർ ആവാം, വർക്കിനൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അത് ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രൈവർ മരിക്കുന്നതോടെ ആ വണ്ടി കുറച്ച് മുന്നോട്ട് പോകും, അല്ലെ കുറച്ച് ദൂരോട്ട് മുന്നോട്ട് പോയി എന്ന് വരാം. പക്ഷെ ആ വണ്ടി എവിടെങ്കിലും ചെന്ന് നിൽക്കും, ഇടിക്കും, അത് തകരും, ഉറപ്പാണ്. അല്ലെ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. ആകാശം നിശ്ചലമായോ? ഭൂമി നിശ്ചലമായോ? സൂര്യൻ സഞ്ചരിക്കാതിരുന്നോ? സൂര്യൻ ഉദിക്കാതിരുന്നോ? നിങ്ങൾ ആലോചിക്കണം. ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു, അദ്ദേഹത്തെ കുരിശിലേറ്റി എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു. കുരിശിലേറ്റി എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു. പിലാത്തോസിന്റെ പടയാളികൾ അദ്ദേഹത്തെ കുരിശിലേറ്റി എന്ന് വിശ്വസിക്കുന്നു. എന്റെ ചോദ്യം, വെള്ളിയാഴ്ച കുരിശിലേറിയ യേശു ക്രിസ്തു ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു. ശരി, കുരിശിലേറി അദ്ദേഹം മരിച്ച ആ സെക്കൻഡ് ഉണ്ടല്ലോ, ആ സെക്കൻഡിൽ ലോകം നിശ്ചലമായോ? ആകാശം പിടിഞ്ഞു വീണോ? ഭൂമിയുടെ കൺട്രോൾ പോയോ? ഏതെങ്കിലും ഒരു വസ്തു അദ്ദേഹത്തെ കുരിശിലേറ്റി എന്ന കാരണം കൊണ്ട് ഇല്ലാതായോ? പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു പ്രവർത്തനം നിന്നുപോയോ? എന്ത് മനസ്സിലാക്കുന്നു നാം? എന്താ നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കുക? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ അനുയായിയായ ഉമർ ഇബ്നുൽ ഖത്താബ് മുഹമ്മദ് നബി മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തലയെറിയും എന്ന് ഭീഷണിപ്പെടുത്തി. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഈ സമൂഹത്തെ മുഴുവൻ അഭികരിച്ചുകൊണ്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് എന്ന് പറയുന്ന ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിക്കുന്നതെങ്കിൽ കത് മാത്ത, അദ്ദേഹം മരിച്ചു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ അനുയായി നടത്തിയ ഒരു പ്രസംഗമാണ്, പ്രോജ്വലമാണ്, ചരിത്രത്തിൽ ഒരു വിഭാഗത്തിനും നടത്താനാവാത്തൊരു പ്രസംഗം. എന്താണ്? ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചു. അല്ല, ആരെങ്കിലും എന്നെന്നും നിലനിൽക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവന് മരണമില്ല. സായിബാബ മരിച്ചപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കാൻ ഒരു രാഷ്ട്രപതിക്കും സാധിച്ചില്ല, ഒരു പ്രധാനമന്ത്രിക്കും സാധിച്ചില്ല, ഒരു വിദ്യാഭ്യാസ വിചക്ഷണനും സാധിച്ചില്ല. കാരണം സ്വാഭാവികമായി ഒരു പൈലറ്റ് മരിച്ചുപോയാൽ, ഒരു പൈലറ്റ് ഉറങ്ങിയുണ്ടാകുക എന്താ? മംഗലാപുരം ഉണ്ടാവും, അല്ലെ? ഒരു പൈലറ്റ് ഉറങ്ങിപ്പോയാൽ മംഗലാപുരം ഉണ്ടാവും. ഒരു പൈലറ്റ് മരിച്ചാലോ? ഈ പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്യുന്നതിൽ സായിബാബക്ക് പങ്കുണ്ടെങ്കിൽ, പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു വസ്തുവിനെ കൺട്രോൾ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെങ്കിൽ അത് നിശ്ചലമാവില്ലേ? അത് തകർന്നു പോവില്ലേ? ഇല്ലേ? നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ബുദ്ധി കൊടുത്ത് ആലോചിക്കണം. അവിടെയാണ് ഇസ്ലാം ദൈവത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമ്മൾ മനുഷ്യ ദൈവമായി അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാൾക്കും ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിലും ഒരു കൺട്രോളുമില്ല എന്ന വസ്തുത നാം തിരിച്ചറിയുന്ന ഒരു ഘട്ടം ഒരുപക്ഷെ വൈകിപ്പോവും. പിന്നെ തിരിച്ചറിഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. ആ തിരിച്ചറിവിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുക എന്ന മൗലിക ലക്ഷ്യമല്ലാതെ ഈ സംഗമത്തിന് വേറെ ലക്ഷ്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം, ഈ 2-ാം അധ്യായത്തിൽ പറയുന്ന വളരെ പ്രൗഢമായ ഒരു വാക്ക്, അതിലെ 255-ാമത്തെ വാചകം, അല്ലാഹു. വിശുദ്ധ ഖുർആൻ പറയണം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി വേറെയൊരു അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റൊന്നുമില്ല. എന്നിട്ട് പറയാൻ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. കണ്ടോ? എല്ലാം നിയന്ത്രിക്കുന്ന, എന്നെന്നും ജീവിച്ചിരിക്കുന്ന ആ ഒരു സൃഷ്ടാവിനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹത്തിന് ഒരു പ്രത്യേകത നിങ്ങൾ തിരിച്ചറിയണം. എന്താണ് ആ പ്രത്യേകത?
ഇതൊന്നും അടിച്ചേൽപ്പിക്കല്ല, അതൊക്കെ ഇവിടെ സ്വാഗത ഭാഷണത്ത് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം, ഒരു മുസ്ലിമിനെ ഞങ്ങൾ ഇവിടെ മഗ്രിബ് ബാങ്ക് കൊടുത്തു, ഞങ്ങൾ നമസ്കരിക്കാൻ പോയി. എന്നാൽ ഞങ്ങൾ നമസ്കാരത്തിന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ന്യൂസ്, മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന അള്ളാഹു മരിച്ചു എന്നൊരു ന്യൂസ് ഒരിക്കലും ഒരു മുസ്ലിമിന് കേൾക്കേണ്ടി വരില്ല. അതൊരു അത്ഭുതകരമാണ്. ലോകത്ത് മറ്റേതൊരു വിഭാഗവും ആരാധിക്കുന്നവർ ഒന്നുകിൽ മരിച്ചുപോയവരാണ്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണ്. ലോകത്തിലെ പ്രബലമായ മനുഷ്യ സമൂഹം മരിച്ചുപോയവരെയാണ് ആരാധിക്കുന്നത്. 2, മരിക്കാനിരിക്കുന്നവരെയാണ് ആരാധിക്കുന്നത്. നമ്മളെപ്പോലെ വായു ആവശ്യമുള്ള, നമ്മളെപ്പോലെ വെള്ളം ആവശ്യമുള്ള, നമ്മളെപ്പോലെ കാഴ്ചയുള്ള, നമ്മളെപ്പോലെ കേൾവിയുള്ള, നമ്മളെക്കാളും ദുർബലരാകുന്ന VR കൃഷ്ണ അയ്യർ, നിങ്ങളെല്ലാം റെസ്പെക്റ്റോടെ ഓർക്കുന്ന ഒരു മഹാനുഭാവനാണ്. നമ്മളൊക്കെ ഈ VR കൃഷ്ണ അയ്യർ സായിബാബ മരിച്ച ഉടനെ പിറ്റേന്ന് എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയാൻ, സായിബാബയെ പുട്ടപ്പുറത്തിയിൽ ചെന്ന് കണ്ടു, VR കൃഷ്ണ അയ്യർ കണ്ടു. കണ്ടിട്ട് VR കൃഷ്ണ അയ്യർ ചോദിച്ച ഒരു ചോദ്യം, അങ്ങുന്ന് എൻ്റെ കൂടെയുള്ളപ്പോൾ, എൻ്റെ സംരക്ഷകനായ അങ്ങുണ്ട്, എൻ്റെ പിറകിലൂടെ എനിക്കൊരു പ്രയാസമുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ഒരു അക്രമം ഉണ്ടായാൽ അത് ആരാണ് തടുക്കുക? അതിന് സായിബാബ പറഞ്ഞത്രേ, നിങ്ങളുടെ മുമ്പിലും നിങ്ങളുടെ പിന്നിലും നിങ്ങളുടെ വലതു ഭാഗത്തും നിങ്ങളുടെ ഇടതു ഭാഗത്തും ഞാൻ ഉണ്ടാകുമെന്ന്. പക്ഷേ VR കൃഷ്ണ അയ്യർ ഇന്ന് ജീവിച്ചിരിക്കുന്നു. VR കൃഷ്ണ അയ്യരുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും മുന്നിലും പിന്നിലും ഞാനുണ്ടാകുമെന്ന് പറഞ്ഞ വ്യക്തിക്ക് സ്വന്തം മരണത്തെപ്പോലും കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന ചിന്ത, എൻ്റെ പ്രിയങ്കരരെ, നിങ്ങളുടെ മനസ്സിലെങ്ങനെ സ്വാധീനിക്കും എന്നെനിക്കറിയില്ല. പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം നാളെ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കരുത്, ഈ വിജ്ഞാനം നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല, ഞങ്ങൾക്ക് ചിന്തിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ അവസരം തന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കരുത്. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞു, വളരെ വളരെ ഇനി ഞാൻ പറയുന്ന പരാമർശത്തെ ഹൃദയഹാരിയായി നിങ്ങൾ കേൾക്കണം. വേദങ്ങൾ ദൈവത്തെ പരിചയപ്പെടുത്തിയല്ലോ. ഋഗ്വേദം വായിച്ചവരുണ്ടാവും ഈ കൂട്ടത്തിൽ. 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. 10 മണ്ഡലങ്ങൾ. അതിലെ 10ാം മണ്ഡലം 121ാമത്തെ സൂക്തം 1ാമത്തെ ഋക്കിൽ നമ്മൾ കാണുന്നു, ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ ഭൂതസ്യജാത പതിരേക ആസീത് സഥാധാര പൃഥിവിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിധേമാം. ആരാണ് പ്രപഞ്ചത്തിന്റെ നാഥൻ? ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ. ഈ ഹിരണ്യത്തെ ഗർഭം ധരിച്ചവൻ, ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ, സൃഷ്ടിച്ചവൻ, അവനാകുന്നു ദൈവം. ശ്രീരാമൻ അതല്ല, ശ്രീകൃഷ്ണൻ അതല്ല, ഗുരുവായൂരപ്പൻ അതല്ല, ശബരിമല ശാസ്താവ് അതല്ല, പിശാരിക്കാവിലെ അമ്മ അതല്ല, അല്ല വേളാങ്കണ്ണി മാതാവ് അതല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ. അവിടെ നമ്മുടെ സമയം വളരെ കുറവാണ്. പരിമിതമായ ഒരു സമയത്തിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു പ്രഭാഷണമായതുകൊണ്ട് ബ്രീഫായിട്ട് ഞാൻ പറയാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനുഷ്യവാസം ഈ ഭൂമുഖത്തുണ്ടായിട്ട് എത്ര കാലമായി? മനുഷ്യവാസം ഈ ഭൂമുഖത്തുണ്ടായിട്ട് എത്ര കാലമായി? മനുഷ്യവാസം ഇല്ലാത്ത കാലത്ത് ഭൂമിയുണ്ട്. നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കണം. മനുഷ്യവാസം ഇല്ലാത്ത കാലത്ത് ഭൂമിയുണ്ട്. മനുഷ്യവാസം ഇല്ലാത്ത കാലത്ത് സാഗരമുണ്ട്. മനുഷ്യവാസം ഇല്ലാത്ത കാലത്ത് ആകാശമുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയൂഥങ്ങളും കാട്ടാറുകളും കാനനങ്ങളും കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹങ്ങളും ആ ഗർജനം കേട്ടി ഓടി വിളിക്കുന്ന മാൻപേടകളും ആയുടെ അഗാധതയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളും ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളും എല്ലാം ഉണ്ട് ഇവിടെ. അവിടെയാണ് ചോദ്യം. അന്ന് ഹിന്ദുമതമില്ല, ക്രിസ്തുമതമില്ല, ഇസ്ലാമില്ല, സിനഗോഗിലില്ല, ചർച്ചുകളില്ല, ക്ഷേത്രങ്ങളില്ല, ഇല്ല, ക്ഷേത്രത്തിൽ നിക്ഷേപിക്കാൻ കോടികളില്ല, രത്നങ്ങളില്ല, ഒന്നുമില്ലാത്തൊരു കാലം. ആലോചിക്കണം, ചിന്തിക്കണം. എന്റെ ചോദ്യം, ഇസ്ലാമിന്റെ ചോദ്യം, എങ്കിൽ മനുഷ്യവാസം ഈ ഭൂമുഖത്തുണ്ടാകുന്നതിന് മുമ്പ്, മതം ഈ ഭൂമുഖത്ത് ദൈവം അവതരിപ്പിക്കുന്നതിന് മുമ്പ്, ദേവാലയങ്ങൾ ഈ ഭൂമുഖത്തുണ്ടാകുന്നതിന് മുമ്പ് ആകാശങ്ങളെയും ഭൂമിയെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ആ ശക്തി ആര്? അത് നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളും ഞങ്ങൾ തമ്മിൽ വ്യത്യാസമില്ലാതെ. ഞങ്ങൾ ഉൾക്കൊണ്ടത് അതാണ്. ഞങ്ങൾ ഉൾക്കൊണ്ടത് അതാണ്. ഞങ്ങൾ മീൻസ് മുസ്ലിങ്ങളിൽ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ എന്ന് ഞാൻ പ്രത്യേകം പറയും. അങ്ങനെ പറയേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. സഹോദരങ്ങളെ, വളരെ ഗൗരവമായി ആലോചിക്കാൻ, ഈ സിട്ടാവിനെ നമ്മൾ എന്തുകൊണ്ട് തിരിച്ചറിയും? ഏകം സത് ബഹുധാ വിപ്രാവതന്തി യോ ദേവ നാം നാമഥ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായി. ഓം എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയാണ്. അത് ഏതെങ്കിലും ഒരു തീവ്ര രാഷ്ട്രീയ പാർട്ടിയുടെയോ ആരുടെയോ ഒരു ചിഹ്നമാണ്. സംസ്കൃത നിഘണ്ടുവിലും വിശ്വവിജ്ഞാന കോശത്തിലും ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ് അതിന്റെ അർത്ഥം. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഓം അസതോമാ സദ്ഗമയ. ദൈവമേ, അസത്യത്തിൽ നിന്ന് നീ എന്നെ സത്യത്തിലേക്ക് എത്തിക്കണേ. ഇതൊരു പ്രാർത്ഥനയല്ലേ?
എന്തുകൊണ്ട് ഇന്ന് വരെ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അസത്യത്തിലാണോ? യഥാർത്ഥ സത്യം ഏതാണ്? ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. നോക്കൂ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, നശ്വരമായ ഈ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ജീവിതത്തിലേക്ക്. ഉണ്ടോ? നശ്വരമായ ഈ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ജീവിതത്തിലേക്ക് നീ ഞങ്ങളെ കൈപിടിച്ചുയർത്തണേ. ഓം ശാന്തി ശാന്തി ശാന്തി. അതാണ് സമാധാനം എന്ന് പറയും. അപ്പൊ ഇവിടെ ഓം അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്ര, അത് നാം എന്ന് തിരിക്കും? ആ യാത്ര നമ്മൾ എന്ന് തുടങ്ങും? ആ യാത്രക്ക് വേണ്ടി നാം എപ്പോൾ വാഹനത്തിൽ കയറും? ഇതാണ് ഇന്നത്തെ വിഷയത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചോദ്യം. ഏറ്റവും ഉദാത്തമായ ദൈവം അവതരിപ്പിച്ചു. ഇവിടെ പ്രശ്നം എന്താണ്? മുഹമ്മദ് നബി ഒരു മതം അവതരിപ്പിച്ചിട്ടുണ്ടെ നമുക്ക് വിചാരിക്കാം അതൊരു വർഗീയ മതമാണ്, മുഹമ്മദിന്റെ മതമാണ്. അങ്ങനെ ഒരു മതം മുഹമ്മദ് നബി അവതരിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബി ഒരു മതം ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ പറയണില്ല. മുഹമ്മദ് നബി ഇസ്ലാമിന്റെ സ്ഥാപകനാണ് എന്നൊരൊറ്റ മുസ്ലിമും വിശ്വസിക്കുന്നില്ല. ഇത് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുതിയ പ്രവാചകനായിട്ട് വന്ന ആളല്ല. എല്ലാ പ്രവാചകന്മാരുടെയും അവസാനത്തെ ആൾ, എല്ലാ പ്രവാചകന്മാരെയും ഇഷ്ടപ്പെട്ട ഒരാൾ. അന ദഅവത്തു അബി ഇബ്രാഹിം എന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അബ്രഹാം പ്രവാചകന്റെ പ്രാർത്ഥനയാണ് ഞാൻ എന്ന് മുഹമ്മദ് നബി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. അബ്രഹാം പ്രവാചകനെ മാറ്റി നിർത്തി ഞാനൊരു പുതിയ മതസ്ഥാപകനാകുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഈസാ നബി നിങ്ങളെ പഠിപ്പിച്ചതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എന്നാണ് ക്രൈസ്തവരോട് മദീനയിൽ വെച്ചും മക്കത്ത് വെച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഈസാ നബി പഠിപ്പിച്ചത് എന്താണ്? യേശു ക്രിസ്തു പഠിപ്പിച്ചത് എന്താണ്? മാർക്കോസിലെ 12-ാം അധ്യായം 29-ാമത്തെ വചനം, ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് അവൻ ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക എന്നാണ്. നോക്കൂ, ഇസ്രായേലേ കേൾക്ക. വളരെ ശ്രദ്ധേയമായ ഗുരു ഏറ്റവും പ്രധാനമായ കൽപ്പന ഏതാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി എല്ലാവരും ശ്രദ്ധിക്കണം. മാർക്കോസിലെ 12-ാം അധ്യായം 29-ാമത്തെ വചനം. ആ വചനത്തിൽ പറയുന്നത് ഇസ്രായേലേ കേൾക്ക. എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാ പറഞ്ഞ്. ചോദിച്ചതൊരു വ്യക്തിയാണെങ്കിലും എല്ലാവരെയും ഉൾപ്പെടുത്തി യേശുക്രിസ്തു സംസാരിച്ചു. ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക. ഏക കർത്താവ്, അവനെ, അവരെ എന്ന പ്ലൂറലല്ല, സിംഗുലറാണ്. അവനെ, അവരെ എന്നല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊരു സങ്കല്പമുണ്ട് ക്രൈസ്തവ ലോകത്തിന്. അത് സെന്റ് പോൾ അവതരിപ്പിച്ചിട്ടുള്ളൊരാശയമാണ് എന്നാണ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകാം. നമ്മൾ പഠിക്കണം, പഠിച്ചു മനസ്സിലാക്കണം. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിപ്പിൻ നൽകപ്പെടും എന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. അന്വേഷണമാണ് മനുഷ്യന്റെ ജീവിതം. ആ അന്വേഷണം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനിലേക്കാണ്. വിശുദ്ധ ഖുർആൻ അത്ഭുതകരമായി സംസാരിച്ച ഒരു സൂക്തം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. വിശുദ്ധ ഖുർആൻ ദൈവത്തെ അവതരിപ്പിച്ച ഖുർആൻ. നിങ്ങൾ ഖുർആൻ വായിക്ക്. ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം, ഇവിടെ എന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരൻ, ഇവിടെ ഒരുപാട് ആളുകളിൽ ഒരു സഹോദരൻ, അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ശ്രദ്ധിക്കാനും അതുപോലെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാനും ഞാൻ ആദ്യമായി എനിക്ക് ഇഷ്ടം തോന്നിയത് മനുഷ്യരെ എന്ന നിങ്ങളുടെ പ്രസംഗത്തിലെ അഭിസംബോധനയാണ്. അത് എൻ്റെ അഭിസംബോധനയല്ല. വിശുദ്ധ ഖുർആൻ 20-ലധികം തവണ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാ സംസാരിച്ച്. ക്രൈസ്തവരെ, മജൂസികളെ, അതുപോലെ ഹിന്ദുക്കളെ, മുസ്ലിങ്ങളെ എന്നൊരു പരാമർശമേ ഖുർആനിലില്ല. അല്ലെങ്കിൽ പാശ്ചാത്യരെ, പൗരസ്ത്യരെ, കറുത്തവരെ, വെളുത്തവരെ, അറബികളെ, അനറബികളെ എന്നൊന്നും ഖുർആൻ വിളിച്ചിട്ടില്ല. യാ അയ്യുഹന്നാസ്, അന്നാസ്, മാസ്, പീപ്പിൾ. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം അത്ഭുതകരമല്ലേ? 114 അധ്യായമാണ് ഖുർആനിലുള്ളത്. അതിലെ 114-ാമത്തെ അധ്യായം അന്നാസ്, മനുഷ്യർ എന്ന അധ്യായമാണ്. മനുഷ്യർ, വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം തന്നെ ഒരു പ്രാർത്ഥനയാണ്. അധ്യായം കുൽ, പറയുക പ്രവാചക, അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു. കണ്ടോ? ക്രിസ്ത്യാനിയുടെ ദൈവത്തോട്, മുസ്ലിങ്ങളുടെ ദൈവത്തോട്, ഹിന്ദുവിന്റെ ദൈവത്തോട് എന്നല്ല, മനുഷ്യകുലത്തിന്റെ ദൈവത്തോട്. എത്ര വിശാലമാണ് ഇത്! നിങ്ങൾ ചിന്തിക്കണം. ഇത് കേട്ട് എഴുന്നേറ്റ് പോയി തരക്കേടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ മനസ്സ് തട്ടി പറയുന്നു, ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ഇതനുസരിച്ച് ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ
ഏതെങ്കിലും എവിടെയോ ഇനി ഒരിക്കലും ഞങ്ങളുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് പറയണം ദൈവത്തോട്, ദൈവമേ, നീ അവതരിപ്പിച്ച കൃത്യമായ ദർശനം ഞങ്ങൾ ഇവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു, അവർക്ക് നിഷേധിക്കാൻ വകുപ്പുകൾ പഴുത് ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ. ദൈവം ഞങ്ങളോട് ചോദിക്കരുത്, മഹത്തായ ഒരു ആദർശം അല്ലേ, മഹത്തായ ഒരു ആദർശം നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അറിയിച്ചു കൊടുത്തില്ല എന്ന് ഞങ്ങളോട് ചോദിക്കരുത്. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം 18-ാമത്തെ വചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ്. വിശുദ്ധ ഖുർആൻ പറയുന്ന വാക്കാണ്. എന്താ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിൽ 22-ാം അധ്യായം 18. അവർ കാണുന്നില്ലേ? ദൈവത്തിന്റെ ചോദ്യമാണ്. മനുഷ്യർ കാണുന്നില്ലേ? ആകാശഭൂമികളിലുള്ളതെല്ലാം ദൈവത്തിന് സാഷ്ടാംഗം ചെയ്യുന്നത് കാണുന്നില്ലേ? വല്ലാത്തൊരു ചോദ്യമല്ലേ അത്? മനുഷ്യകുലം കാണുന്നില്ലേ? ദൈവം സൃഷ്ടിച്ച ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നു. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, സൂര്യൻ ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യും, ചന്ദ്രൻ ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യും, നക്ഷത്രങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നു, മരങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നു, അതുപോലെ ജന്തുക്കൾ ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നു. മനുഷ്യരിൽ എല്ലാവരുമില്ല എന്ന് ഖുർആൻ. മനുഷ്യരിൽ എല്ലാവരുമില്ല എന്ന് ഖുർആൻ. അവിടെയാണ് ഞാൻ നിങ്ങളുടെ ചിന്തയെ തട്ടി ഉണർത്തി ചോദിക്കുന്ന ഒരു ചോദ്യം. ആൽത്തറയെ നാം ആരാധിക്കുന്നു പലരും, തുളസിച്ചെടിയെ ആരാധിക്കുന്നു പലരും, കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മഖബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മനുഷ്യദൈവങ്ങളും ബീവിമാരും ദേവിമാരും എല്ലാം ആരാധിക്കപ്പെടുന്നു. എല്ലാവരും ആരാധിക്കപ്പെടുന്നു. ഈ ആരാധിക്കപ്പെടുന്നതിന് വ്യത്യസ്തമായി ഖുർആൻ പറയാൻ, മരം ബുദ്ധിജീവിയായ മനുഷ്യനെ ആരാധിക്കുന്നില്ല. ഒരൊറ്റ മരവും മനുഷ്യനെ ആരാധിക്കുന്നില്ല. ഒരൊറ്റ എലിയും മനുഷ്യനെ ആരാധിക്കുന്നില്ല. മനുഷ്യൻ മരത്തെ ആരാധിക്കുന്നു, മനുഷ്യൻ കല്ലിനെ ആരാധിക്കുന്നു. ഒരു കല്ലും മനുഷ്യനെ ആരാധിച്ചിട്ടില്ല. എലിയെ മനുഷ്യൻ ആരാധിക്കുന്നു. ഒരു എലിയും ഇന്ന് വരെ മഹാബുദ്ധിജീവിയായ സൃഷ്ടിയായ മനുഷ്യനെ ആരാധിച്ചിട്ടില്ല. ഇല്ല, സൂര്യൻ ഇന്ന് വരെ മനുഷ്യനെ ആരാധിച്ചിട്ടില്ല. സൂര്യനെ ആരാധിക്കാൻ ക്ഷേത്രങ്ങൾ പണിതു, ചന്ദ്രനെ ആരാധിക്കാൻ നമ്മൾ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ചന്ദ്രൻ ഒരിക്കലും മഹാബുദ്ധിജീവിയായ മനുഷ്യനെ ആരാധിച്ചില്ല. അവിടെയാണ് ഇസ്ലാം മനുഷ്യരോട് സഗൗരവമായി സംസാരിക്കുന്നത്. എന്താ സംസാരിക്കുന്നത്? വളരെ ഗൗരവമായി സംസാരിക്കുന്നത്. സൃഷ്ടിച്ച സൃഷ്ടാവ് ഏകൻ, ലോകത്തിന്റെ സൃഷ്ടാവ്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ആകാശം, ഭൂമി, സപ്താകാശം, സപ്തഭൂമി, സപ്തസാഗരങ്ങൾ, ഇതിനെയെല്ലാം സൃഷ്ടിച്ച 714 കോടി മനുഷ്യരെയും സംവിധാനിച്ച ഈ മഹാപ്രപഞ്ചത്തിന്റെ സാക്ഷാൽ ദൈവത്തെയാണ് ഇസ്ലാം മാനവതയുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഈ മഹാപ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട് എന്ന വസ്തുത, ഇത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ മതവിഭാഗവും ഒരുപാട് മത സൗഹാർദ്ദ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് അത്ഭുതത്തോടുകൂടി കാണാൻ കഴിഞ്ഞത്, ക്രൈസ്തവ പണ്ഡിതന്മാരും ഹൈന്ദവ പണ്ഡിതന്മാരും ഏകദൈവ വിശ്വാസമാണ് ഞങ്ങളുടെ വിശ്വാസം, ഏകദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, ഈ പ്രപഞ്ചത്തിന് ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുന്നില്ല? ഇതൊരു വല്ലാത്ത വിഷയമാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 5-6 പേരെ നിങ്ങളിങ്ങനെ എടുക്കുക, മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു 5-6 പേര്. ഇതിലൊരാൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ഗുരുവായൂരപ്പൻ തൻ്റെ രക്ഷകനാകുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളെ നിങ്ങൾ എക്സാമ്പിൾ നിങ്ങൾ എടുത്തോ. വേറെ ഒരാൾ മുസ്ലിങ്ങളിൽ മൊയ്തീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ, അദ്ദേഹമാണ് എൻ്റെ രക്ഷകൻ എന്ന് വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിച്ചോ. വേറെ ഒരാൾ ശ്രീരാമ രക്ഷിക്കണേ എന്ന് പറയുന്നു, മൂന്നാമതൊരാൾ. നാലാമത്തെ ഒരാൾ യേശു ക്രിസ്തുവെ രക്ഷിക്കണേ എന്ന് പറയുന്നു. അഞ്ചാമനായ ഒരാൾ സായിബാബയെ രക്ഷിക്കണേ എന്ന് പറയുന്നു. ആറാമത്തെ ഒരാൾ ഇവരെയൊക്കെ സൃഷ്ടിച്ച മനുഷ്യകുലത്തെ മുഴുവനും സംവിധാനിച്ച സാക്ഷാൽ ദൈവമേ നീ എന്നെ രക്ഷിക്കണേ എന്ന് പറയും. ഇതിലേതാണ് മതം മനുഷ്യരെ പഠിപ്പിച്ചത്? ഇതിലേതാണ് മാനവികം? നിങ്ങൾ പറയും, നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക, ഇതിലേതാണ് വർഗീയത, ഇതിലേതാണ് അവർഗീയത? പിശാരിക്കാവിൽ അമ്മയെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അതിനൊരു വർഗീയതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അതിനൊരു വർഗീയതയുണ്ട്. ഉള്ളാളം തങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നതിൽ ഒരു വർഗീയതയുണ്ട്. ദൈവത്തെ ഓരോരുത്തരും വേർതിരിച്ച് ഇത് ഞങ്ങളുടെ ദൈവം, ഇത് നിന്റെ ദൈവം, ഇത് അവൻ്റെ ദൈവം എന്ന് പറയും.
ഇവിടെ നമ്മൾ പറയുന്നത്, ഞാനൊരു വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്കത് വ്യക്തമാക്കി തരാം. ഈ ഉദാഹരണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഉദാഹരണം മനസ്സിൻ്റെ അഗാധതകളിലേക്ക് അഗാധമായി നമ്മെ ഇറക്കി ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ്. ഉദാഹരണം, നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ല സെലക്ട് ചെയ്തോളൂ. ഏതെങ്കിലും ഒരു ജില്ല നിങ്ങൾ എടുത്തോളൂ. നമ്മളെല്ലാം ഉദാഹരണത്തിന് കേരളത്തിൻ്റെ മധ്യഭാഗം എന്ന നിലയിൽ എറണാകുളത്ത് നിങ്ങൾ എടുത്തോളൂ. എറണാകുളം ജില്ലയിൽ ഹൈന്ദവരായ ഒരു 10ഓളം സഹോദരങ്ങൾ എറണാകുളം ജില്ലയിലെ എല്ലാ വീടുകളിലും കയറിയിറങ്ങാൻ, മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ. ഈ ഹിന്ദു സഹോദരങ്ങൾ വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും സ്നേഹത്തോടെയും അവരാവശ്യപ്പെടുകയാണ് ഇന്ത്യ എന്ന മഹാരാജ്യം. 87% വരുന്ന ഹൈന്ദവർ ജീവിക്കുന്ന ഒരു നാട്, ബാബരി മസ്ജിദ് ഇഷ്യൂ, വർഗീയത, ഗുജറാത്ത് കലാപം, ഇങ്ങനെ പല പ്രശ്നങ്ങളും നിലനിന്നൊരു നാട്. അതുകൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങളെല്ലാവരും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ആരാധിക്കുക, എന്നാൽ നമുക്കിടയിലെ മിക്ക പ്രശ്നങ്ങളും അവസാനിക്കും. ഇത് ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും ഹൈന്ദവർ ആവശ്യപ്പെടുന്നു എന്ന് നിങ്ങൾ സങ്കല്പിച്ചോ? വർഗീയത ഉണ്ടാവുമോ നാട്ടിൽ? കലാപം ഉണ്ടാവുമോ? അല്ല എല്ലാവരും അത് അംഗീകരിക്കുമോ? എല്ലാവരും അംഗീകരിക്കില്ല. കാരണം അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ. ആരെങ്കിലും അംഗീകരിക്കും? ഒരു ഹിന്ദു ഇത് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടി ഒന്നെങ്കിൽ അവനെ മടക്കിയേക്കുക, അല്ലെങ്കിൽ കുറച്ച് കോപാകുലമായി അവനോട് സംസാരിക്കുക. ഇനി അതിൻ്റെ പിറ്റേന്ന് ക്രിസ്ത്യാനികൾ എറണാകുളം ജില്ലയിലെ എല്ലാ വീടുകളിലും കയറിയിറങ്ങും. മുസ്ലിങ്ങളോട് പറയുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മതം യേശുക്രിസ്തുവിൻ്റെ മതമാണ്, അല്ലെങ്കിൽ ഈസാ നബിയെ ആരാധിക്കുന്നവരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ രക്ഷകനായി കാണുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും പറയും. അവരംഗീകരിക്കുമോ? അതിൻ്റെ പിറ്റേന്ന് മുസ്ലിങ്ങൾ എറണാകുളം ജില്ലയിലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പറയാണ് മൊയ്തീൻ ഷെയ്ഖ് മഹാനാണ്, അല്ലെങ്കിൽ മുഹമ്മദ് നബി മഹാനാണ്, നിങ്ങൾ ഹൈന്ദവരും ക്രൈസ്തവരും മുഹമ്മദ് നബിയെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ അംഗീകരിക്കുമോ? എന്നാൽ 4-മത്തൊരു ദിവസം ഞങ്ങൾ വന്നിട്ട് നിങ്ങളോട് പറയും, ഈ കണ്ട ആകാശം, ബാല നോക്കടാ, ഈ ആകാശം നോക്ക്, സൂര്യൻ നോക്ക്, ചന്ദ്രനെ നോക്ക്, ഈ ഭൂമി നോക്ക്, സാഗരം നോക്ക്, മനുഷ്യകുലത്തെ നോക്ക്, ഇതിനെയെല്ലാം സംവിധാനിച്ച സാക്ഷാൽ ദൈവത്തിലേക്ക് ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇതിൽ നിങ്ങൾ ആരെ സ്വീകരിക്കും? ഈ പറഞ്ഞതിൽ നിങ്ങൾ ആരെ സ്വീകരിക്കും? നിഷേധിക്കാനും എതിർക്കാനും കഴിയാതെ നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരിക അവസാനം നിങ്ങളെ സമീപിച്ചവരെ ആയിരിക്കും. ഇതേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇനി നിങ്ങൾ ചിന്തിക്കാം. ദാറ്റ്സ് ഓൾ. ഇതേ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയൂ. ഇതാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് ഇസ്ലാം നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കൂ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ യേശുക്രിസ്തു പറയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാൻ ഓച്ചിറയിലുണ്ടായ ഒരു അനുഭവം പറയുകയാണ് ഞാൻ നിങ്ങളോട്. ഓച്ചിറ ക്ഷേത്രത്തിലെ പ്രഭാഷണത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയുകയാണ്. അവിടെ നിങ്ങൾ കേസറ്റിൽ കാണാൻ ഒരു അച്ഛൻ എൻ്റെ അടുത്ത് ഇരുന്നിരുന്നു, ഒരു ക്രിസ്ത്യാനി പള്ളിയിലച്ഛൻ ഇരുന്നിരുന്നു. എന്നാൽ അദ്ദേഹം ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചില്ല. ആ ഇരുന്ന വ്യക്തി പ്രസംഗിച്ചില്ല. അദ്ദേഹം ഇറങ്ങിപ്പോയി, സങ്കടത്തോടുകൂടി ഇറങ്ങി. എന്തിന്? എൻ്റെ പ്രസംഗത്തെ എതിർത്തിട്ടല്ല, എൻ്റെ പ്രസംഗത്തെ അനുകൂലിച്ച്. ഇനി ഞാനിവിടെ ക്രിസ്ത്യാനിറ്റി അവതരിപ്പിക്കുന്നത് ശരിയല്ല എന്നയാൾ ആത്മാർത്ഥമായി വിശ്വസിച്ചു. പകരൊരാളെ പറഞ്ഞയച്ചു. ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാകാത്തൊരനുഭവമാണ്. പക്ഷേ എനിക്കന്ന് ഒരു ചെറിയ സൂക്ഷ്മതക്കുറവ് പറ്റി. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ വാങ്ങാൻ പറഞ്ഞു. ഏത് ചർച്ചിലെ അദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാൻ പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, വേദഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് സാക്ഷാൽ മതം പഠിപ്പിച്ചത്. ഇനി ഇതിനെതിരായി ഒരു നാടകം പ്രസംഗിച്ച് അഭിനയിക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി. പകരം ഒരാളെ അയക്കുക ചെയ്ത് അയാൾ 5 മിനിറ്റേ സംസാരിച്ചുള്ളൂ. ഞാൻ പറയുന്നത്, ഇതിൻ്റെ മുമ്പിൽ ഇത് നിങ്ങൾ അവതരിപ്പിച്ചാൽ നിങ്ങൾക്കും ഒരാളുടെ മുമ്പിൽ തോൽക്കേണ്ടി വരില്ല. ഞാൻ ഈ അവതരിപ്പിക്കുന്ന വിഷയത്തെ കൗണ്ടർ ചെയ്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരാൾക്ക് കഴിയില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ദൈവവിശ്വാസത്തിനെതിരായ ഒരു ദൈവസങ്കല്പം അവതരിപ്പിക്കാൻ, ഇതിനേക്കാൾ ബെറ്ററായ ഒരു ദൈവവിശ്വാസം അവതരിപ്പിക്കാൻ ഈ ഇരിക്കുന്ന ജീനിയസായ ഒരാൾക്കും കഴിയില്ല എന്ന ഉറച്ച വിശ്വാസമുള്ളവനാണ് ഞാൻ. ഇസ്ലാം അങ്ങനെ അവതരിപ്പിക്കുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഈ നമസ്കാരത്തിൽ പോലും ആലോചിച്ചൊരു കാര്യം, ഈ നമസ്കാരത്തിൽ മുസ്ലിങ്ങൾ കൈകെട്ടി ആദ്യത്തിൽ പറയുന്ന പ്രാർത്ഥനയുടെ പൊരുൾ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. ദൈവമേ, ആകാശഭൂമികളെ സൃഷ്ടിച്ച സർവശക്ത, ഞാൻ എൻ്റെ മുഖത്തെ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. ഗുരുവായൂരപ്പ, ഞാൻ എൻ്റെ മുഖത്തെ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നല്ല, അതൊരു പെർട്ടിക്കുലർ പ്ലേസ് ആണ്. ഇപ്പൊ ഗുരുവായൂരപ്പനെ അറിയോന്ന് ലണ്ടനിൽ ചെന്ന് നിങ്ങൾ ചോദിച്ചാൽ ലണ്ടനുകാർക്ക് അതറിയില്ല. ഉള്ളാളം നിങ്ങളെ അറിയോന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ഉള്ളാളം, ഏതാണ് ഉള്ളാളം?
അവർക്കറിയില്ല. നേരെ മറിച്ച് ആകാശത്തെ ചൂണ്ടിക്കാണിച്ച് ഇതിന്റെ പിന്നിൽ ഒരു സിട്ടാവില്ലേ നിങ്ങൾ ചോദിച്ചു നോക്കൂ. ആ സിട്ടാവിനെ അവരെല്ലാം അറിയും. ആകാശഭൂമികളെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥനെ അവരെല്ലാം അറിയും. ആ നാഥനെ ആരാധിക്കാനാണ് വേദം പറഞ്ഞത്. ഇവ നിങ്ങൾ നോക്കി, ഇന്നലെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഓരോ അറകളിലെയും രത്നങ്ങളും ഗോൾഡുകളും ഒക്കെ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യ പോലും ഞെട്ടിപ്പോയിട്ടുണ്ടാവും, ലോകം ഞെട്ടിയിട്ടുണ്ടാവും. ഡെഡ് മണി, ഡെഡായി കിടക്കണ്, ലോകത്തിനൊരു ഉപകാരമില്ലാത്ത, ലോകത്തിലെ കഷ്ടപ്പെടുന്ന മനുഷ്യന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ പറഞ്ഞ ദൈവം, ആ ദൈവത്തിന്റെ അനുയായികൾ കെട്ടിപ്പൂട്ടി വെച്ച ഡെഡ് മണി, കോടികളുടെ ആസ്തി. അവിടെ ഇന്നലെ ഒരു ഹിന്ദു സഹോദരന്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, വളരെ ഗൗരവമായി പറഞ്ഞത്, ഒരു വേദവും വിഗ്രഹാരാധന പഠിപ്പിച്ചിട്ടില്ല, ഏകദൈവാരാധനയാണ് പഠിപ്പിച്ചത്. ക്ഷേത്രങ്ങൾക്കെല്ലാം ഈ പണം വീതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗമാണ്. ക്ഷേത്രത്തിലൊക്കെ നടക്കുന്ന വിഗ്രഹാരാധനയാണ്. മതം ഒരിക്കലും വിഗ്രഹാരാധന പഠിപ്പിച്ചിട്ടില്ല. യജുർവേദത്തിന്റെ 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം തന്നെ നതസ്യ പ്രതിമ അസ്തി, നതസ്യ പ്രതിമ അസ്തി. ദൈവത്തിന് പ്രതിമയേ ഇല്ല, ദൈവത്തിന് പ്രതിമയേ ഇല്ല എന്നാ പറയുന്നത്. ഇനി നിങ്ങൾ വേദം, ഈ ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന പുസ്തകം, അതിന്റെ 12-ാമത്തെ പേജ്, അതിന്റെ 13-ാമത്തെ പേജ്, അതിന്റെ 36-ാമത്തെ പേജ്, അതിന്റെ 515-ാമത്തെ പേജ്, ഈ പേജുകളിലെല്ലാം പറയുന്നത് വിഗ്രഹാരാധനക്ക് 16 ദൂഷ്യമുണ്ട് എന്നാണ്. വിഗ്രഹാരാധനക്ക് 16 ദൂഷ്യമുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ ശിവഗിരി ആശ്രമം, ആ ആശ്രമത്തിലെ സുഹൃദാനന്ദ സ്വാമികളും ഞങ്ങൾ ഒന്നിച്ച് ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്ന് ഞങ്ങൾ വിശ്രമിച്ചത് ഒന്നിച്ചൊരു റൂമിലായിരുന്നു, കുറെ മണിക്കൂറുകളോളം. സ്വാമിജിയോട് ഞാൻ ചോദിച്ചു, അങ്ങൊന്ന് ഹിന്ദു മതത്തെക്കുറിച്ച് അഗാധമായി പഠിച്ചിട്ടുള്ള ഒരാളാണല്ലോ, എനിക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ടായതിന് നിങ്ങൾ മറുപടി നൽകണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ചോദിച്ചോളൂ. ഞാൻ ചോദിച്ചു, സ്വാമിജി, വേദഗ്രന്ഥം, ചതുർവേദം അല്ലെങ്കിൽ ഉപനിഷത്തുക്കൾ എവിടെയെങ്കിലും വിഗ്രഹാരാധന പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ? ഹിന്ദു മതത്തിൽ വിഗ്രഹാരാധനയുണ്ടോ? സ്വാമിജി എന്നോട് പറഞ്ഞു, വേദഗ്രന്ഥങ്ങളിൽ ഒരിടത്തും ഇതില്ല. പിന്നെ എന്തിനു വിഗ്രഹാരാധന എന്നതിന്റെ ചോദ്യത്തിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കൊച്ചുകുട്ടികൾ കളിപ്പാട്ടം കളിക്കാറില്ലേ, കളിപ്പാട്ടം എടുത്ത് കളിക്കാറില്ലേ? പിൽക്കാലം കഴിഞ്ഞാൽ അവർ ആ കളിപ്പാട്ടം ഉപേക്ഷിക്കുന്നു, അവർക്ക് അതിനെ പറ്റി മനസ്സിലായാലും അവർ ഉപേക്ഷിക്കുന്നു. ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ് വിഗ്രഹാരാധന തുടങ്ങി. പക്ഷേ വിജ്ഞാനം വന്നെത്തുമ്പോൾ അത് ഇല്ലാതായി തീരും. ഞാൻ പറഞ്ഞു, സ്വാമിജി, അതൊരു വെറും ഉദാഹരണമാണ്. കാരണം ലോകത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരും മരിക്കുന്നത് വരെ എത്ര വലിയ സന്യാസിയാണെങ്കിലും വിഗ്രഹാരാധന നടത്തിയിട്ടാണ് മരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ആ ഉദാഹരണം ശരിയല്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വേദത്തിലെ കുറെ കാര്യങ്ങൾ ഞാൻ ഉദ്ധരിച്ച് ചോദിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞു, ആ മേഖലകൾ ഞങ്ങൾ പഠിച്ചിട്ടില്ല. മുസ്ലിങ്ങളിലുമുണ്ട്, മുസ്ലിയാക്കന്മാരെന്ന് പറയുമ്പോൾ വലിയ വിവാദമാണല്ലോ തിരികേശം. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ പണ്ഡിതനുണ്ടല്ലോ, അയാൾ ഇസ്ലാമിന്റെ പേരിൽ വാദിക്കുന്നവനാണ്. പക്ഷേ ഇസ്ലാമിലെ ഏകദൈവാരാധന പഠിക്കാത്ത മനുഷ്യരെ സൃഷ്ടിപൂജയിലേക്ക് നയിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ഇതെല്ലാ മതസമൂഹത്തിനും സംഭവിച്ചതാണ്, എല്ലാ മതസമൂഹത്തിനും. ഞാൻ ഒരു എറണാകുളത്ത് താമസിക്കുന്ന കാലത്ത് തൊട്ടടുത്തൊരു ചർച്ചിലെ അച്ഛനുമായി നിരന്തരമായ ഒരു ആശയവിനിമയം നടത്താറുണ്ടായി. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛോ, ഈ ബൈബിൾ, നിങ്ങൾ വെച്ചിരിക്കുന്ന ഈ ബൈബിൾ, നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രതിമക്കെതിരാണ്, നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന കന്യാമറിയമിന്റെ രൂപത്തിനെതിരാണ്, നിങ്ങളിവിടെ വെച്ചിരിക്കുന്ന ഈ കുതിരക്കെതിരാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പിക്ചർ വെക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ഈ വായിക്കുന്ന ബൈബിളിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് ആശ്ചര്യത്തോട് ചോദിച്ചാൽ, അങ്ങനെയുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞു, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ സൂക്തം അച്ഛനൊന്ന് വായിക്കൂ എന്ന് പറഞ്ഞു. അച്ഛനെടുത്ത് വായിച്ചു. ആ വായനയിൽ ഇതാണ്: ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നീയുമായി സംസാരിച്ചപ്പോൾ നീ എന്റെ രൂപം കണ്ടിട്ടില്ല. ആകാശത്തിൽ നിങ്ങൾ, എന്നിട്ട് പറയണം, ഒരാണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. വല്ലാത്ത വാക്കുകൾ. ആകാശത്തിലെ പറവചാരിയുടെ രൂപമുണ്ടാക്കരുത്. ആഴിയിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യത്തിന്റെ രൂപം ഉണ്ടാക്കരുത്. നിങ്ങൾ ചിന്തിക്കണം, ഒന്നിന്റെയും രൂപം ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കിയാൽ നീ ദൂഷിതനായി തീരും, നീ നഷ്ടം സംഭവിച്ചവനായി തീരും. നിന്റെ ദൈവം ഉഗ്രകോപിയാണെന്ന് നിനക്കറിയില്ലേ എന്നാണ് ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17 പറയുന്നത്. ആവർത്തന പുസ്തകത്തിൽ ഒരു അധ്യായത്തിന്റെ സബ്ഹെഡിങ് എന്താണെന്നറിയോ? വിഗ്രഹാരാധനയുടെ ശിക്ഷ. ഞാൻ ആ ഭാഗം കാണിച്ചു കൊടുത്തു. ആ ഭാഗം കാണിച്ചപ്പോൾ അദ്ദേഹം ബൈബിളിൽ രൂപമുണ്ടാക്കാം എന്നൊരു ഉദ്ധരണി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ചോ, തീർച്ചയായും വൈരുദ്ധ്യമുണ്ടായി.
ഒരു സ്ഥലത്ത് കള്ളു കുടിക്കരുത് എന്ന് പറയുന്നു, മറുപേജിൽ കള്ളു കുടിക്കാമെന്ന് പറയുന്നുവെങ്കിൽ അച്ഛോ ഇത് രണ്ടും സത്യമാകുമോ? ഇത് വൈരുദ്ധ്യമല്ലേ? അച്ഛൻ മിണ്ടിയില്ല, അച്ഛനൊന്നും പറയാൻ സാധിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണ് മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായി എന്ന് പറയുന്നത്. ഇതാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീട് അച്ഛൻ പൂർണ്ണമായും ആ സംസാരത്തെ ഉൾക്കൊള്ളുകയും പഠിക്കാം എന്ന് പറഞ്ഞ് പിരിയുകയുമാണ് ഉണ്ടായത്. ഞാൻ പറയുന്നത്, ഇനി നിങ്ങൾ നോക്കൂ, പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. മിസ്രയീം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. ഞാനല്ലാതെ നിനക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത് ഉണ്ടാക്കാന്നല്ല. ദൈവം പാടില്ലെന്ന് പറഞ്ഞത് ചെയ്യുന്നു ഇവിടെ ക്രൈസ്തവർ, ചെയ്യുന്നു ഇവിടെ ഹൈന്ദവർ, ചെയ്യുന്നു ഇവിടെ മുസ്ലിങ്ങൾ.